കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അവഗണനയുണ്ടാകുന്നു എന്ന് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ പ്രവർത്തനം ഉണ്ടാകുന്നില്ല എന്ന് കേന്ദ്ര സർക്കാരും പഴിചാരുന്നു. രണ്ടുപേരെയും വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ നിലപാട്. ഇത് നോക്കുന്നത് ആത്യന്തികമായി ബാധിക്കുന്നത് വയനാട്ടിലെ ദുരന്ത ബാധിതരായ ജനങ്ങളെയാണ്. അവരുടെ പുനരധിവാസം, അവരുടെ ദിനേനയുള്ള ആവശ്യങ്ങൾ, അവരുടെ ക്രൈസിസ്, സ്ട്രഗിൾ, ഇതൊക്കെ ആര് അഡ്രസ് ചെയ്യും? തീർച്ചയായിട്ടും അത് തന്നെ പ്രശ്നം. അതിനുമുമ്പ് ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലെങ്കിലും കുറെ കൂടി ഗൗരവമായിട്ടുള്ള ചർച്ചയ്ക്ക് വരണം. നോക്കൂ, SDRFന്റെ ഫണ്ടിൽ നിന്ന് 10 കോടി എടുത്ത് അങ്ങോട്ട് മാറ്റിവെച്ച് 1 ലക്ഷം രൂപ വെച്ച് കൊടുത്തൂടെ എന്നൊക്കെ പറയും. എത്ര ബാലിശമാണ്! ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ധാരണ പറയൂ. ഈ മഹേഷിന്റെ പ്രതികാരത്തെക്കുറിച്ച് ചോദിക്കുന്ന പോലെ പറയേണ്ടി വരും. ചേട്ടനെ കുറിച്ച് ഒരു ധാരണ ഇല്ലല്ലേ എന്ന് ചോദിക്കുന്ന പോലെ ചോദിക്കേണ്ടി വരും. അങ്ങനെയൊന്നും എടുത്ത് ചെലവാക്കാൻ കഴിയുന്ന പൈസയല്ല ഒരാൾക്കെടുത്ത് 10 ലക്ഷം കൊടുക്കുക എന്നൊക്കെ പറയുന്നത്. അത് കൃത്യമായിട്ട് ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് BJPയുടെ പ്രതിനിധി മറുപടി പറയുന്നില്ല. പ്രധാനമന്ത്രി ഓഗസ്റ്റ് 10 എത്തിയതിനു ശേഷം എന്തുകൊണ്ട് ഒരു അടിയന്തര ധനസഹായം പ്രഖ്യാപിച്ചില്ല? അതാണല്ലോ പ്രധാനമന്ത്രി വരുന്നതിന്റെ നമ്മളെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ. അതാണല്ലോ, അല്ലാതെ ഇവിടെ വന്ന് ഫോട്ടോ എടുത്ത് പോകുന്നതിനല്ലല്ലോ. ആ വന്ന പൈസ പോലെ ചെലവ് അധികമായി എന്ന് മാത്രമേ ഉള്ളൂ. വന്ന അന്ന് ഒരു 500 കോടിയോ 1000 കോടിയോ അടിയന്തര ധനസഹായം പ്രഖ്യാപിക്കാത്തത് വലിയ നിരാശയാണ് ഉണ്ടാക്കിയത്. അതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ മറുപടി പറയുന്നില്ല മാധു. ഞാൻ ഇനി അത് മറുപടി പറയുന്നില്ല. രണ്ടാമത്തെ കാര്യം, മാധു ചോദിച്ച സർക്കാർ നോക്കൂ, 21/10/2024 മണ്ണടി പുഷ്പാകരൻ ദയവേത് അങ്ങ് അതിന്റെ ഗൈഡ് ലൈൻസ് എടുത്ത് വായിച്ചു നോക്കിയിട്ട് അടുത്ത ദിവസത്തെ ചർച്ചയിൽ വന്നാൽ നമുക്ക് തർക്കിക്കാം. അത് ആ ഗൈഡ് ലൈൻസ് ഒന്നും വായിക്കാതെ വന്ന് ഇത്തരത്തിൽ അതിന് മറുപടി പറയാൻ എനിക്ക് പറ്റില്ല. എനിക്ക് നല്ല നമസ്കാരം നിയന്ത്രിക്കുക, അതല്ലാണ്ട് അവിടെ എടുത്ത് കൊടുത്തൂടെ എന്നുള്ളത് മറുപടി പറയാൻ നിൽക്കുന്നില്ല. കാരണം അവർക്ക് മനസ്സിലാകുന്ന ഒരു തരത്തിൽ പറഞ്ഞു. അതിന് വേറൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നോക്കൂ, ഇപ്പോ ശ്രീ രാജു പിന്നാർ ഒരു ഘട്ടത്തിലും നിങ്ങൾ രണ്ടുപേരും സംസാരിച്ചപ്പോൾ ഇടപെട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഒരു നീതി കാണിക്കേണ്ടത്, ജനാധിപത്യം കാണിക്കേണ്ടത് നമ്മുടെയൊക്കെ മര്യാദയാണ്. ശ്രീ രാജു പിന്നാർ തുടരും. മാധു, ഇനി നോക്കൂ, മാധു ചോദിച്ച ചോദ്യത്തിലേക്ക് വരികയാണ്. വയനാട്ടിലെ ജനങ്ങൾ എന്ത് ചെയ്യും? 21/10/2024 പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ മണ്ണടി പുഷ്പാകരൻ എന്ന് പറയുന്ന ആൾക്ക് കൊടുത്തിരിക്കുന്ന വിവരാവകാശ രേഖയാണ്. വയനാട്ടിലെ ദുരന്തവുമായി ബന്ധപ്പെട്ട് 30/7/2020 മുതൽ 11/10/2024 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ 542.89 കോടി രൂപ നീക്കിയിരിപ്പുണ്ടായി. 4/10/2020 മുഴുവനായിട്ട് 1700 കോടി രൂപ ആ CMDRFൽ നീക്കിയിരിപ്പുണ്ട്. മാധു, ഞാൻ ചോദിക്കട്ടെ, പ്രധാനമന്ത്രിയുടെ സന്ദർശനം നിരാശാജനകമായിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം നിരാശാജനകമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഈ സർക്കാരിൻ്റെ മന്ത്രിസഭയ്ക്ക് തീരുമാനമെടുത്ത് യഥേഷ്ടം ചെലവാക്കാൻ കഴിയുമല്ലോ. യഥേഷ്ടം എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ഞാൻ മന്ത്രിസഭ തീരുമാനമെടുത്താൽ ഈ ചട്ടങ്ങൾക്കെല്ലാം അപ്പുറം തുക ചെലവഴിക്കാൻ കഴിയുന്നതാണ്. 1700 കോടി രൂപ കയ്യിലുണ്ട്. 2200 കോടി രൂപയ്ക്കടുത്താണ് സർക്കാർ കൊടുത്തിരിക്കുന്ന എസ്റ്റിമേറ്റ് ഇല്ലേ? ആ 1700 കോടി രൂപ കയ്യിലിട്ട് വെച്ച് പണം കാക്കുന്ന ഭൂതത്തെ പോലെ പിണറായി വിജയൻ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഈ സാധാരണ മനുഷ്യർക്ക് സഹായം എത്തിക്കാൻ പണം തടസ്സമല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് 1700 കോടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിൽ നിൽക്കാതാണ്. ഇനി നോക്കൂ, നാളെ കേന്ദ്ര സർക്കാർ ഇതിനു വേണ്ടി പണം അനുവദിച്ചാൽ എൻ്റെ പരിമിതമായ അറിവിൽ വെച്ച് സബ്ജക്ട് ടു കറക്ഷൻ ആ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചെലവാക്കിയ പണം റീകൂപ്പ് ചെയ്യാം. ഈ പണം 2200 കോടി കൊടുത്തതിൻ്റെ പാക്കേജിൽ സർക്കാർ പണം അനുവദിക്കട്ടെ. ആ പണം വേണമെങ്കിൽ ഇന്ന് ചെലവാക്കുന്ന പണത്തിലേക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് റീകൂപ്പ് ചെയ്യാം, സബ്ജക്ട് ടു കറക്ഷൻ. അപ്പോഴും ഇനി അത് കിട്ടിയില്ലെങ്കിൽ പോലും സാധാരണ മനുഷ്യർ അവരുടെ ശമ്പളം പോലും എടുത്തുകൊടുത്ത് അവരുടെ സേവിങ്സിൽ നിന്ന് എടുത്തുകൊണ്ട് ആ വയനാട്ടിലെ ജനങ്ങൾക്ക് സഹായം എത്തിക്കാൻ വേണ്ടി സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന പണം ആർക്ക് വേണ്ടിയാണ് വെച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ എന്നിട്ട് ആരോട് ചോദിക്കണം? ചെലവാക്കി തുടങ്ങിയിട്ടുണ്ട്. ഏത് അത് ചെലവാക്കില്ലല്ലോ എന്ന് പറഞ്ഞിട്ടില്ല എന്നാണ് ശ്രീ VK സനോജ് പറഞ്ഞത്. മാത്രമല്ല 7 കോടി അല്ലേ
7 കോടിയോളം 4 മാസം കഴിഞ്ഞു. 7.7 കോടി മാധു, ചെലവഴിച്ചു. 4 മാസം കഴിഞ്ഞു. അതെ, 10,000 രൂപ അടിയന്തര സഹായം കിട്ടാത്ത ആൾക്കാരുണ്ട്. പുനരധിവാസ പ്രവർത്തനം നാളെ കൊണ്ട് അവസാനിക്കല്ല. 7 കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ എവിടുന്നാണ് വീടിന്റെ വാടക കൊടുക്കുന്നത്? അവർക്ക് ജീവനോപാധി വീടിന്റെ വാടക കൊടുക്കാൻ 50 ലക്ഷം രൂപ വെച്ച് മാസം വേണം. ആ പണം മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലാണ് കൊടുക്കുന്നത്. ആരൊരു സമ്മാനം പറയും? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് മാസം 6,000 വെച്ച് വീടിന് വാടക കൊടുക്കുന്നു. 50 ലക്ഷം രൂപ ഒരു മാസം അങ്ങനെ ചെലവഴിക്കുന്നുണ്ട്. എല്ലാ പണവും എടുത്ത് ഇപ്പൊ തന്നെ ചെലവഴിച്ച് 1700 കോടി രൂപ എന്തിനാണ് ദുരിതാശ്വാസ നിധിയിൽ ഇട്ടുകൊണ്ട് പുനരധിവാസ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നാളെ കൊണ്ട് അവസാനിക്കുന്നല്ല രാജു പി നായർ. പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ പണം ചെലവഴിച്ചിട്ടുണ്ട്. വീടുകൾ വെച്ച് കൊടുക്കാൻ സർക്കാർ കൊടുക്കാമെന്ന് പറഞ്ഞ് നോട്ടിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ? പരിക്ക് പറ്റിയ ആളുകൾക്കും മരണപ്പെട്ടവർക്കുമുള്ള ധനസഹായം എവിടുന്ന് കൊടുത്തു? ഇതൊന്നും എവിടുന്നാ കൊടുത്തത്? കേന്ദ്ര ഗവൺമെന്റ് കൊടുത്താണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പണം 1700 കോടി രൂപ വെച്ചുകൊണ്ടിരിക്കുന്നതിന് കാരണം എന്താണ്? 1700 കോടി എടുത്ത് ഇവർക്കെല്ലാം വിതരണം ചെയ്യണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? പുനരധിവാസ പ്രവർത്തനങ്ങൾ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ 2221 കോടി വേണം. 2221 കോടി രൂപ 2221 കോടി രൂപയാണ് എസ്റ്റിമേറ്റ്. ആ എസ്റ്റിമേറ്റ് പ്രകാരം കേന്ദ്രം ഒന്നും കൊടുത്തിട്ടില്ല. കേന്ദ്രം ഒന്നും കൊടുത്തില്ല. അപ്പോ രണ്ട് എസ്റ്റേറ്റുകൾ എടുത്തിട്ട് അത് ടൗൺഷിപ്പ് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള തീരുമാനം ഗവൺമെന്റ് എടുക്കുന്നു. അതിപ്പോ കോടതിയിൽ പോയത് വേറെ കാര്യം. അപ്പൊ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കണമെങ്കിൽ കേന്ദ്രത്തിന്റെ ഫണ്ടില്ലെങ്കിൽ പിന്നെ ഫണ്ട് എവിടുന്ന് കണ്ടെത്തും? അപ്പൊ അത് നടത്തണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? ടൗൺഷിപ്പ് വേണ്ട എന്നാണോ പറയുന്നത്? യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾ എന്താണ് പറയുന്നത്? 1700 കോടി പിണറായി വിജയൻ വീട്ടിലേക്ക് പോയോ? 528 കോടി രൂപ 1700 കോടി എടുത്ത് പിണറായി വിജയൻ വീട്ടിലേക്ക് പോയോ? വന്ന പണമാണ്. 1700 കോടി പോരാ, 2221 കോടി രൂപ പുനരധിവാസ പ്രവർത്തനം നടത്താൻ എസ്റ്റിമേറ്റ്. പിണറായി വീട്ടിൽ പോയില്ല, പക്ഷേ 2221 കോടി രൂപ 2221 കോടി രൂപ വാദം തോൽക്കുമ്പോൾ അതും ഇതും പറയല്ലേ രാജു പി നായർ? രാജു പി നായർ വാദം തോൽക്കുമ്പോൾ അതും ഇതും പറയല്ല. അതും ഇതും പറയല്ല. 2221 കോടി രൂപ പുനരധിവാസ പ്രവർത്തനം നടത്താൻ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. 2 എസ്റ്റേറ്റ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. 2 ടൗൺഷിപ്പ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് പണം തരാത്ത സാഹചര്യത്തിൽ ഈ പണം ഉപയോഗപ്പെടുത്തും. ഈ പണമല്ലാതെ വേറെ ഉപയോഗപ്പെടുത്തുക. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് പണം ഒരു തടസ്സമല്ല. കേന്ദ്രം തന്നില്ലെങ്കിലും ഞങ്ങൾ ചെയ്യും. 1700 കോടി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ വെച്ചതിനു ശേഷം പണമില്ലാത്തതിന്റെ പേരിൽ ആ വയനാടുള്ള സാധാരണ മനുഷ്യർക്ക് ജീവനോപാധിക്കുള്ള പൈസയും അടിയന്തര സഹായം കൊടുക്കാത്തതിനെ എങ്ങനെ നീതീകരിക്കാൻ കഴിയും? ശുദ്ധ അസംബന്ധമാണ് നിങ്ങൾ ഈ പറയുന്നത്. അസംബന്ധം പറയല്ലേ രാജു പി നായർ? ഇങ്ങനെ കള്ളം പറയരുത്. CMDRF നിന്ന് 7.7 കോടി രൂപ മാസം 50 ലക്ഷം വെച്ചിട്ട് 6,000 രൂപ വെച്ച് കൊടുക്കുന്നു. വീടിന്റെ വാടക കൊടുക്കാൻ വേണ്ടിയിട്ട് മരണപ്പെട്ടവർക്ക് കാശ് കൊടുക്കുന്നു. പരിക്ക് പറ്റിയ ആളുകൾ കോടിയുടെ പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. വാടക കൊടുക്കലല്ല പുനരധിവാസം. ശ്രീ വി കെ സനോജ്, ശരി.